morning. Mr. Ambika. Good Nice morning, to Malavika. meet you. Nice to meet you. Malavika, welcome to walk with me. Thank you so much. So, തുടക്കം ഒരു light question തുടങ്ങാൻ വിചാരിച്ചു. I was very curious about your name, Anoop Ambika. So, I am guessing that is your mother. It is my mother, yes. So, how is it that you chose that name to accompany yours? Yes. അതൊരു ഞാൻ ചൂസ് ചെയ്തതല്ല. എൻ്റെ പേരെന്ന് പറയുന്നത് അനൂപ് പി എ എന്നായിരുന്നു. Okay. P is my father's name and A is my mother's name. Okay. So I was in US for some time. അപ്പോൾ US-ൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം എന്നിങ്ങനെ ഒരു എല്ലാ ഫോമുകളും അങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. അപ്പോൾ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് അംബിക എന്നുള്ളതാണ് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നെയിം ഇസ് അനൂപ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കേം അംബിക. അപ്പോൾ അതങ്ങനെ ശീലമായി. Then when I came back to India also, I kind of started using it. That's very catchy. Yes, it is. So now people know me by, some people call me Mr. Ambika. So. That is nice. So, Kerala Startup Mission. Oh. നമ്മളൊരു എന്താ പറയുക, Kerala is known as a very startup friendly state. എങ്ങനെയാണ് ആ ഒരു എവല്യൂഷൻ ഉണ്ടായത്? ലൈക്ക് ഇന്ത്യയിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കേരളയാണ്. ആണ്. ആക്ച്വലി ഫ്രം എ ഗവൺമെന്റൽ എക്കോസിസ്റ്റം വി കൻ സേ ദാറ്റ് വി ആർ എ വെരി സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്. എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്? അതൊരു എനിക്ക് തോന്നുന്നൊരു 2004 സമയത്തൊക്കെയാണ് ഞാൻ US-ൽ നിന്ന് തിരിച്ചു വരുന്നത്. എൻ്റെ ആദ്യത്തെ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഈ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 4 കുട്ടികളിൽ ഒരാൾ ആക്ച്വലി നമ്മുടെ AK ആന്റണി സാറിൻ്റെ മോനായ അനിൽ ആന്റണി ആയിരുന്നു. വേറൊന്ന് സഞ്ജയ് വിജയകുമാർ ആയിരുന്നു. മറ്റു 2 പേരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ ഇവര് ഒരു പുതിയ കമ്പനി തുടങ്ങി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടുള്ള, അന്ന് ഈ മൊബൈൽ ആപ്പുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു സമയമാണ് ഈ 2004 എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ, ഇപ്പോൾ ബ്ലഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാടാണല്ലോ, നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അത് അവരുടെ ഒരു വെഞ്ചറായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം അവർ വേറൊരു മൊബൈൽ വാല്യൂ ആഡഡ് സർവീസസ് കമ്പനി തുടങ്ങി. നമ്മുടെ ഈ SMS വരെ മോപ്മി എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ മോപ്മിയുടെ എവല്യൂഷൻ വന്നപ്പോൾ തന്നെ ദേ ഗോട്ട് ഇൻവോൾവ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാസ് ആക്ച്വലി സെറ്റിംഗ് അപ്പ് ഇൻക്യുബേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഇവരെല്ലാം കൂടെ ചേരുകയും, ഈ ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇൻഫോസിസിന്റെ ഒരു കോ ഫൗണ്ടർ അറിയാമല്ലോ, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 1 കോടി രൂപയാണ് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ അന്ന് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ കിൻഫ്രയിൽ ഈ വാട്ടർ ടാങ്കിനടുത്തുള്ള കളമശ്ശേരിയിലുള്ളൊരു പഴയ ബിൽഡിംഗ് അവരതിനെ ഒന്ന് റീഫർബിഷ് ചെയ്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പുതിയ, ഇറ്റ് വാസ് മോർ ലൈക്ക് ആൻ ഇൻക്യുബേറ്റർ. ഇറ്റ് വാസ്, ഐ വുഡ് സേ ഇറ്റ് വാസ് മോർ ഓഫ് എൻ അനാർക്കിസ്റ്റ് വർക്ക് പ്ലേസ് ആ കാലത്ത്. കാരണം അന്ന് നമ്മൾ കുറച്ചുകൂടെ റിജിഡ് സൊസൈറ്റിയാണ്. ഓർത്തോളം 2004 എന്ന് പറയുമ്പോൾ 21 വർഷം മുന്നെയാണ്. അപ്പോൾ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു പറ്റം കുട്ടികൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്. I remember that. Oh, you were there. I have come there, so I remember that campus. Right. It looked very international. It did. അപ്പോൾ എല്ലാ ജെഫ് ബീസോസും മാർക്ക് സൂക്കർബർഗും ബിൽ ഗേറ്റ്സ് അങ്ങനെയുള്ളവരുടെയൊക്കെ പടങ്ങളൊക്കെ വരച്ച്, ഇറ്റ് വാസ് മോർ ഗ്രഫിറ്റി ആൻഡ് people, a lot of dropouts actually came together. അപ്പോൾ ഇത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഔട്ട്ലയേഴ്സ് എന്ന് സമൂഹം കരുതിയിരുന്ന കുറേ ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടുകയും they created some wonderful work. We have to say that because they had this artistic bent of mind, they had this technology bent of mind, they had this open source and collaborative spirit as opposed to a rigid നമ്മുടെ ഒരു സാധാരണ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. +2 പാസ്സാവുന്നു, ഡിഗ്രി കഴിയുന്നു, ജോലി എടുക്കുന്നു, അങ്ങനെ പോകുന്നു എന്നുള്ളതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ആക്ച്വലി ആദ്യം കേരളത്തിലുണ്ടായി. അപ്പോൾ കേരളം നമുക്കറിയാമല്ലോ, നമ്മളുടെ ആ കാലത്ത് പ്രത്യേകിച്ചും പേരൻസ് വിൽ നെവർ അലൗ യു ടു ഗോ ഔട്ട് ഓഫ് ദാറ്റ് പാത്ത്. അപ്പോൾ ആ കാലത്ത് ഇത്തരം ഒരു പറ്റം ആൾക്കാർ ഒരുമിച്ച് വരികയും അതിൽ നിന്നൊരു സ്പാർക്ക് ഉണ്ടാവുകയും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഈ സിലിക്കൺ വാലിയിലൊക്കെ ഉള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയൊക്കെ അവർ മെയിൽ അയച്ചു, ഞങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ഞങ്ങളിങ്ങനെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സിലിക്കൺ വാലി ഗോട്ട് അമ്യൂസ്ഡ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. ഈ സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ വന്നിട്ടേ ഇല്ല. So they get email from India and that too in the southern state of Kerala, which is not very conducive of the industrial environment, saying that, we are building products, can you put money and all that stuff. So they all listened and they all, I think, engaged. But we were too early in the game. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള
ആ എക്സ്പീരിയൻസോ ആ ഒരു മെച്യൂരിറ്റിയോ ഈ കുട്ടികൾക്കില്ലായിരുന്നു. ഫെയർലി സോ, ബിക്കോസ് ദേ നോട്ട് they're not experienced. Yeah, they just had the passion, right? And the money which Chris gave, actually. So after that, I think around 2015 time frames, the startup village was officially converted into Kerala Startup Mission. All assets of Startup Village was acquired by the government of Kerala. And then Startup Mission was created as a Technology Business Incubator, TTBI, Technopark Technology Business Incubator. And then started the journey of the Startup Mission. അപ്പോൾ ഡോക്ടർ ജയശങ്കർ പ്രസാദ് ആയിരുന്നു ആദ്യത്തെ CEO എന്ന് പറയുന്നത്. അദ്ദേഹം വന്നു, അദ്ദേഹം ഇതിനുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, കുറച്ച് ആൾക്കാരെയൊക്കെ ഹയർ ചെയ്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് പോളിസി കേരളമാണ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞു. അപ്പോൾ ആ പോളിസി ഉണ്ടാക്കി. സോ ദാറ്റ് ഗോട്ട് ദി അറ്റൻഷൻ ഓഫ് ദ ഡൽഹി. Suddenly, oh, you know what, there is a policy that is coming in the form of a startup, and many states started taking notice, interested. അപ്പോൾ അങ്ങനെ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നു. And it was, I think at that time, 2016 time frames, if I remember right, probably we had around 300 registered startups. അത്രേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് ആ കാലത്ത് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ്. ഐ വുഡ് സേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദെൻ വി അപ്പോൾ ഈ ഹഡിൽ, വി ജസ്റ്റ് ഫിനിഷ് ഹഡിൽ ഗ്ലോബൽ. അപ്പോൾ അതിനകത്ത് വി ഹാഡ് 10 years of startup mission എന്ന് പറഞ്ഞിട്ടൊരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് ഓൾ ദി പ്രീവിയസ് CEOs, secretaries and all coming and talking to us about how did we evolve into what we are today. അപ്പോൾ അതിൽ ശിവശങ്കർ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് വി കെപ്റ്റ് അവർ ഇയേഴ്സ് ക്ലോസർ ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. സോ എവറി ടൈം ദർ വാസ് എ പ്രോബ്ലം, we turned that problem into an opportunity and a new scheme which will help startups. അങ്ങനെയാണ് നമ്മൾ ഇന്നോവേഷൻ ഗ്രാൻറ്റുകൾ തുടങ്ങുന്നത്, അങ്ങനെയാണ് നമ്മൾ ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നത്, അങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട്സ് തുടങ്ങുന്നത്, അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാംസ് തുടങ്ങുന്നത്. സോ എവറി ടൈം സംബഡി കംസ് ആൻഡ് ടെൽസ് യു ദാറ്റ് യു നോ വാട്ട്, ഐ നീഡ് സം മണി, so how do I progress? Okay, I built a product, how do I progress? I need a customer, how do I progress? അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോരോ സൊല്യൂഷൻസ് കൊണ്ടുവന്നാണ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രോഗ്രസ് ചെയ്ത്. ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രണ്ട്ലി എക്കോസിസ്റ്റംസ് ഇൻ ദി എൻറ്റയർ കൺട്രി ഫോർ ഷുവർ. പക്ഷേ അതിലും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി ഓഫ് ദ പ്രോസസ് വാസ് നെവർ ഡിസ്റപ്റ്റഡ് ബൈ എനിബഡി. ഈ വന്ന സിഇഒമാരോ അല്ലെങ്കിൽ അതാത് കാലത്തെ IT സെക്രട്ടറിമാരോ ആരും, ഈവൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ, ഒരിക്കലും ദേ നെവർ ഡിസ്റപ്റ്റഡ് ദി വർക്കിംഗ് ഓഫ് ദ സ്റ്റാർട്ടപ്പ് മിഷൻ. സോ സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് വൺ ഫൈൻ എക്സാമ്പിൾ വേർ ഇഫ് യു കൻ ആക്ച്വലി എസ്റ്റാബ്ലിഷ് കണ്ടിന്യൂറ്റി ഓഫ് പോളിസീസ്, then it will grow എന്നുള്ളതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഗ്രാൻസിനെയും സ്കീംസിനെ പറ്റിയൊക്കെ പറയുമായിരുന്നല്ലോ. So I was wondering, like, government schemes, it comes from a very good place, and these schemes are extremely powerful, right? And it is very important for these young entrepreneurs to come up. Correct. പക്ഷേ ഇറ്റ്സ് ഓൾസോ എ ലോട്ട് ഓഫ് റെഡ് ടേപ്പ്, ഭയങ്കര ഒരു ബ്യൂറോക്രാറ്റിക് മെസ്സാണ്. അപ്പം ആസ് എ പാർട്ട് ഓഫ്, ആസ് എ CEO ഓഫ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, how do you navigate this red tape and help the entrepreneurs get what they need? അല്ല, ഇതിൽ ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ക്യാൻ ഓൾവേസ് ബിക്കം എൻ ഇഷ്യൂ. കാരണം ഗവൺമെൻറ് ഇസ് മാനേജിങ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ടോട്ടൽ സ്പെൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 1,75,000 ലക്ഷം, 1.75 lakh crores മറ്റോ ആണ്. So government is managing a huge kitty, and it requires excellent money management between multiple things to get this thing going. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അത് സർക്കാർ കോൺട്രാക്റ്റുകളുടെ കാര്യത്തിലായാലും ശരി, സർക്കാർ ഗ്രാൻറ്റുകളുടെ പൈസ കിട്ടും, അതിനൊരു ഉറപ്പുണ്ട്. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ചൊരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ആ ഫണ്ട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദെൻ വി ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ഈസി ആസ് പോസിബിൾ. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ നിന്ന് ഫണ്ട് ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ള പ്രോസസ്സിൽ ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ല. വി ക്യാൻ ഓൺലി റിക്വസ്റ്റ്, വി ക്യാൻ ഫോളോ അപ്പ്,
But until the money is with us, the money is not with us, Yes. right? The moment we get the money, we try to make it faster to disperse that money to people. And of course, we actually look at cases where there is an absolute intervention is required. അതായത് നമ്മളിപ്പോൾ ഒരാളുണ്ട്, ഇന്ന് അയാൾ ഒരു വളരെ നല്ല കമ്പനിയാണ്, ഇന്ന് അയാൾക്കൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ കമ്പനി തന്നെ താഴോട്ട് പോയേക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു അഡ്ഹോക്ക് ബേസിസിൽ വി ഓൾസോ മേക്ക് സം കോൾസ് ആൻഡ് ഇൻ്റർവ്യൂ. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാനതാ നേരത്തെ പറഞ്ഞ ആ ഡിപ്പാർട്ട്മെൻറ്റും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ മിഷനുകൾക്ക് കൊടുക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. പിന്നെ പണ്ട് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3 മാസം പീരീഡിൽ മാത്രമായിരുന്നു നമ്മൾ ഗ്രാൻഡിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ അതങ്ങ് മാറ്റി. അതായത് നിങ്ങൾക്ക് എപ്പോൾ ഒരു ഐഡിയ വന്നാലും യു ക്യാൻ ജസ്റ്റ് ഗോ ടു ദ വെബ്സൈറ്റ് ആൻഡ് അപ്ലൈ ഫോർ ദ ഐഡിയ ഗ്രാൻഡ്. വൺസ് യു അപ്ലൈ ഫോർ ദി ഐഡിയ ഗ്രാൻഡ്, വിത്തിൻ 45 days you will know whether that idea grant is accepted or not. അപ്പോൾ ഡിസിഷൻ ഇസ് സ്ട്രീംലൈൻ ചെയ്തു. നമുക്ക് ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും, തീരുമാനമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. ആ പൈസ കൊടുക്കുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന ഒരു ക്യാഷ് ഫ്ലോ ഇഷ്യൂ നമുക്ക് വരുന്നത്. വൺസ് വി ഗെറ്റ് ദ മണി വി ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. സോ വേറൊരു കാര്യം, നമ്മൾ എന്താ കേരളത്തില് ഇറ്റ്സ് എ വെരി ഇന്റലിജന്റ് സ്റ്റേറ്റ് അല്ലേ, ലൈക്ക് ഒരു പക്ഷെ എന്നാൽ ഇവിടുത്തെ മൈഗ്രേഷൻ ഭയങ്കര ഹൈ ആണ്. സോ അക്കോർഡിംഗ് ടു യു, ഹൗ ഡു വി ചേഞ്ച് ദിസ് ബ്രെയിൻ ഡ്രെയിൻ ഇൻ ടു എ ബ്രെയിൻ ഗെയിൻ സിനാരിയോ? ഇതൊരു ഭയങ്കര രസകരമായ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഞാനിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ പ്രയോറിറ്റി എന്താണ് ഈ ആസ് എ സൊസൈറ്റി. ഇന്ന് രാവിലെ ഞാൻ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് പിന്നെ മതവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും അങ്ങനെയുള്ള കാര്യം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം വേറൊരു സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. പുതിയ ലേബർ കോഡുകൾ ആരും അറിയാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ റെയിൽവേസ്, ആക്ച്വലി മിനിഞ്ഞാന്ന് ഞാനൊരു ജർമ്മൻ ഡെലിഗേഷനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ബോഗികൾ അല്ലെ അവരുടെ ട്രെയിനുകൾ, ഏതോ ഒരു ജർമ്മൻ കമ്പനി ഇവിടെ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അറിഞ്ഞതുപോലുമില്ല. ഇന്ത്യൻ റെയിൽവേസ് ഇസ് ഗെറ്റിംഗ് പ്രൈവറ്റൈസ്ഡ് വിതൗട്ട് us knowing about it. So what I'm saying is we need to get our priorities right. I think the countries to which these kids are migrating to, they have got their priorities right. അതായത് ഒരു സിവിക് സെക്യൂരിറ്റിയോ സോഷ്യൽ സെക്യൂരിറ്റിയോ ഹാപ്പിനെസ്സോ ജോബ്സോ ഡെവലപ്മെൻറ്റോ ഒക്കെയാണ് അവിടുത്തെ പ്രയോറിറ്റി. നമ്മളുടെ പ്രയോറിറ്റി ഇപ്പോഴും മിസ്പ്ലേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് തോന്നി, എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട്, ഞാൻ ഈ ഹഡിൽ കഴിഞ്ഞിട്ട് yesterday I was sitting and reflecting on myself about what is it that we are doing wrong, and I suddenly feel that as a society എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു നല്ല യുവാക്കൾക്ക് ഇവിടെ തൊഴിലെടുക്കാൻ അവസരമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല സെക്യൂരിറ്റിയുള്ള, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ജോലിയെടുക്കാൻ കഴിയുന്ന, മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിനും ഒരുപോലെ ജോലിയെടുക്കാൻ കഴിയുന്ന, എല്ലാത്തരം മതവിഭാഗങ്ങളെയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇക്വിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാവണ്ടേ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറാതെ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റോ മാത്രം വിചാരിച്ചാൽ, കാരണം സമൂഹം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ചേരുന്ന ഒരു പരിച്ഛേദമല്ലേ. ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വേണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നുള്ളതും കൂടെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒരു ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ മനസ്സിലൊരു തീരുമാനം എടുക്കണം, ഇതാണ് എനിക്ക് വേണ്ടത്, നല്ലൊരു സ്ഥലമായിട്ട് കേരളം മാറണം, എനിക്കിവിടെ ജീവിക്കണം, അതിന് എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ് എന്നൊരു തീരുമാനം എടുക്കുകയും ആ രീതിയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കാം. കാരണം ഈ ഹഡിൽ വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ ആൾക്കാരും എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ കേരള ഈസ് എൻ അമേസിങ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എൻ അമേസിങ് പ്ലേസ്, ഇറ്റ് ഈസ് അമേസിങ് പീപ്പിൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്? അതൊരു ഭയങ്കര സംഭവമല്ലേ. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, ഇനി മെച്ചപ്പെടാം, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. Then why are we going, we're not going down, but why are we not pushing the exponentially growing എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ഒരു സമൂഹം എന്നുള്ള രീതിയിൽ സ്വയം ചോദിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ഐ തിങ്ക് ദാറ്റ് പ്രയോറിറ്റീസ് നീഡ് ടു ബി സെറ്റ് റൈറ്റ്. അല്ലെങ്കിൽ കുട്ടികൾ ഇവിടുന്ന് പൊക്കൊണ്ടേയിരിക്കും. അത് പേരൻസാണ് ആ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം
പേരൻസിന് പോലും നീ ഇവിടുന്ന് പോയി രക്ഷപ്പെടൂ എന്ന് പറയുന്ന ആ നരറ്റീവിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ആ നരറ്റീവ് മാറണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. സി, ഒന്നാലോചിച്ച് നോക്കൂ, എൻ്റെ ഒരു 70-ാം വയസ്സിൽ അല്ലെങ്കിൽ 80-ാം വയസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും തനിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു പറ്റം എന്താ പറയുന്നത്, വളരെ പ്രായമായ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല എൻ്റെ സ്വപ്നത്തിലുള്ളത്. എനിക്ക് എൻ്റെ കുട്ടികളും മറ്റുള്ളവരും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ അന്നും പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യമാവട്ടെ. അപ്പോൾ ആ പ്രയോറിറ്റീസ് നീഡ് ടു റീസെറ്റ്. ദർ നീഡ്സ് ടു ബി ആൻ ആബ്സല്യൂട്ട് റീസെറ്റ് on the priorities of Kerala, and we need to actually go and work towards those goals for sure. Definitely, I agree. മറ്റൊരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. I recently read about you being part of ജാഗ്രതി യാത്ര. Right. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. Can you shed some light on that? ജാഗ്രതി യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NGO, അതൊരു NGO പോലെയാണ്. അപ്പോൾ എല്ലാ വർഷവും അവർ എത്ര പേരാണെന്ന് എനിക്ക് ഏതാണ്ട് 500ഓളം വരുന്ന കുട്ടികളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. ഒരു 500 ആസ്പയറിങ് ഓൺടർപ്രനേഴ്സിനെ ഒരു ട്രെയിനിൽ കയറ്റി ഇന്ത്യയിലൊരു റൂട്ട് മൊത്തം ഒന്ന് കറങ്ങും. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും അവർ ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതാത് സംസ്ഥാനങ്ങളിലെ ഇന്നൊവേഷൻ എക്കോസിസ്റ്റങ്ങളുമായിട്ട് ഈ കുട്ടികളെ പരിചയപ്പെടും. ആൻഡ് ബൈ ദ ടൈം ദാറ്റ് യാത്ര ഈസ് കംപ്ലീറ്റഡ്, മെനി യാത്രീസ് ടെൽ മീ ദാറ്റ് ദേ ആർ completely changed person because of the perspective that a country like India brings on to them. കാരണം കേരളത്തിലുള്ള and the exposure that they get. കേരളത്തിൽ വരുമ്പോഴാണ് അവർ കേരളം എന്താണെന്ന് അറിയുന്നത്. അത് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞുള്ള അറിവേ അവർക്ക് കേരളത്തിനെ പറ്റിയുള്ളൂ. കേരളത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ പറയുന്ന ഇതായിരിക്കും, മലകളും കാടുകളും, ഗോഡ്സ് ഓൺ കൺട്രി, ഇറ്റ്സ് എ നൈസ് ടൂറിസ്റ്റ്. പക്ഷേ ഇവിടെ ഒരു ഇന്നോവേഷൻ എക്കോസിസ്റ്റം ഉണ്ടെന്ന് പോലും, അല്ലെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രികൾ ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല. ഇതേപോലെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ബീഹാറിനെ പറ്റി പറയുമ്പോൾ, ബീഹാർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ വെരി കറപ്റ്റ്, ബട്ട് യു മൈറ്റ് ആക്ച്വലി ഫൈൻഡ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് അബൌട്ട് ബീഹാർ വെൻ യു ഗോ ടു ബീഹാർ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇന്ത്യയുടെ ഒരു ക്രോസ് കൾച്ചറൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു യാത്രയാണ്. ആൻഡ് ദേ ആർ ഓൾ യങ് പീപ്പിൾ ആൻഡ് ദേ കം ഫ്രം മൾട്ടിപ്പിൾ ഫാസറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ അതിനകത്ത് സോഷ്യോളജി പഠിക്കുന്നവരുണ്ട്, ബിസിനസ് പഠിക്കുന്നവരുണ്ട്, ഓൺടർപ്രനേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, CA-കാരുണ്ട്. എനിക്ക് തോന്നുന്നു 18 to 35 മറ്റോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ്. പക്ഷേ ഞാൻ അതിനകത്ത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ഐ എം ഷുവർ ഹി ഈസ് ലൈക്ക് 40+. So yeah. But it's a very good initiative. Absolutely. The kind of energy that they have. അപ്പോൾ ഞാൻ അവർ നമ്മുടെ പിന്നെ കൊച്ചിയിലുള്ള സെൻറ്ററിൽ വന്നിരുന്നു. So we had an interaction with them. The interaction went on and it could have gone on for another few hours. അത്രയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കാനും അത്രയ്ക്കും ഉത്സുകരായിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളായിരുന്നു. We all felt very good to have them and host them. It was a fantastic experience. I saw a small clip about it and I quite liked that whole conversation. നമ്മളത് കേട്ടപ്പോൾ ഒരു there was hope that there was a lot of things that we could do എന്നുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, you are a person who meets so many entrepreneurs, or rather founders, let's say founders, and have a lot of face time with them. Yes. And how do you recognize that, okay, this is going to take off and this is not? അതെൻ്റെ ജോലിയല്ല, എനിക്ക് അങ്ങനെ ചെയ്യാനും അറിയത്തില്ല. ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂകളിൽ പറയുന്നൊരു കാര്യമാണ്. ഞാൻ 2010 എൻ്റെ ഓർമ്മ. 2010 ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഈ റെപ്പിറ്റേഷൻ ആയേക്കാം. ബട്ട് സ്റ്റിൽ സിന്ദൂർ അതിന്റെയാണോ സാറ്റലൈറ്റ്? അത് സോ ഇറ്റ്സ് ബേസിക്കലി സംതിങ് ദാറ്റ് സോ I've taught myself that never to judge any idea whether it is good or bad, because you as a person is not capable of doing that. No single person is capable of doing that, right? A group of people might be able to do it, but they might also make mistakes. കാരണം ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ വന്ന് പറയുമ്പോൾ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് പറയാനുള്ള ദൂരക്കാഴ്ച ചിലപ്പോൾ ഒരു 40-50 വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ജനറേഷൻ ഗ്യാപ്പ്. ഓക്കെ, വാട്ട് വി തിങ്ക് ആസ് നോർമൽ
or I think as normal, is not normal for the young guy, right? What they think as normal is absolutely abnormal for me. So there is a generation gap. You can only give them a hearing, ask them to do it, and as they progress, ഞാനൊരു കാര്യം പറയാം മാളവിയോട്, അതായത് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ഇപ്പം 100 പേര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 10 പേര് മാത്രമേ അത് ആക്ച്വലി ചെയ്യുള്ളൂ. സോ ടു ഡു സംതിങ് ഇസ് നോട്ട് ഈസി. ടു ഹാവ് എൻ ഐഡിയ, നമ്മൾ പണ്ട് പറയുന്ന പോലെ ഐഡിയാസ് ആർ ഡയമണ്ട് ഡസൺ. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്, ശരി നിങ്ങൾ പോയി ആ ഐഡിയ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. സോ വാട്ട് വി യൂഷ്വലി ആസ്ക് പീപ്പിൾ ടു ഡു ഇസ്, ഇഫ് യു വാണ്ട് ടു ബിൽഡ്, go ahead and build. Okay, can I get money? Yes, you can get money provided the expert committee approves. But I also want to tell you this, if I have absolute passion about my idea, right, if I have an absolute passion about something that I'm putting forth, no matter what, I will go ahead and build. അപ്പം നിങ്ങൾ കാശ് കൊടുത്താലും കാശ് കൊടുത്തില്ലെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എല്ലാം that person will be on the pursuit of building it. That is called passion of the entrepreneur or the ideator. പിന്നെ കൂടുതൽ ആ സപ്പോർട്ട് വരുംതോറും ഇത്തരത്തിലുള്ള ആൾക്കാർ ഫ്ലറിഷ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾസോ ഇപ്പം ഒത്തിരി there are a lot of women entrepreneurs coming on board. ലോട്ട് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഉണ്ട്. There is. I think in comparison കേരളത്തിൽ ഇല്ല മാളവി. I am a little, actually that is one area where I am a little ashamed of. Yes. കാരണം മൊത്തം 7600 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ആസ് ഓഫ് നൗ. അതിൽ ഏതാണ്ട് 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് വിമൻ ഓൺഡ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ 51% മുകളിൽ ഷെയർ സ്ത്രീകൾ ഓൺ ചെയ്യുന്ന കമ്പനികളുള്ളത് 500 എണ്ണം മാത്രമാണ്. MSMEകളുടെ കേസിൽ അത് വളരെ ബെറ്ററാണ്, അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ അത് കുറവാണ്. സോ ഐ വോണ്ട് ടു ഏർജ് more women to get into technology. And technology is not IT. Biotechnology ആയാലും മെറ്റീരിയൽ സയൻസസ് ആയാലും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ക്രിയേറ്റീവ് എക്കോണമി ആയാലും ഇതിലെല്ലാം ഒരു സാധ്യതയുണ്ട്. And we have taken it as a challenge on ourselves to promote more and more women entrepreneurs to come into existence or come into this thing. One good news is that 2-3 days back, a fully women-owned tech company called Superbrain actually closed $1.2 million in funding. 10 crores. So അത് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എക്കോസിസ്റ്റത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. So that was a fantastic news, and I'm hoping that the success of Superbrain, where 2 women came together and got a funding of around 10 crores, is going to be a motivation for quite a lot of women in tech. That's lovely. So sir, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾക്ക് ഇവിടെ ഒത്തിരി ഫൗണ്ടേഴ്സ് വരുന്നു, ഒത്തിരി പേര് നമ്മൾ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നു. ബട്ട് ദർ ഈസ് ഓൾസോ എ പ്ലേസ് വേർ വി നീഡ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഹൗ ഡു യു ഹെൽപ്പ് ദീസ് ഫൗണ്ടേഴ്സ് ഓർ entrepreneurs to go to that place where they are able to get that kind of funding? Because at the end of the day, we all want unicorns and global companies. And for that to happen, mostly we need that kind of investment as well. How do you bridge that gap, you know? Okay. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തിലെ എൻ്റെ ടേമിലും കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇൻ ജനറൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ടേമിലും വി വർ ഓൾവേസ് ചേസിങ് ദ നമ്പേഴ്സ്. അപ്പം ഞങ്ങളുടെ ഒരു ടാർഗറ്റായിട്ട് വാട്ട് വി ഹാഡ് പുട്ട് അപ്പോൺ ourselves was to create 15,000 സ്റ്റാർട്ടപ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ തുടങ്ങുമ്പോഴാണ് കൂടുതൽ സക്സസ് ഉണ്ടാകുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ. അപ്പോൾ 100 പേര് തുടങ്ങിയാൽ 10 പേര് സക്സസ്ഫുൾ ആവും, 1000 പേര് തുടങ്ങിയാൽ 100 പേര് സക്സസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് വി വാണ്ടഡ് more and more people to start up. So we were motivating people to start through our grants, through our schemes, everything. Now I think we have reached a time where I can list 100 companies which has got the potential to grow to a 100 crore company. Okay, അപ്പോൾ അവിടെയാണ് മാളവി ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് 100 കോടി ടേൺ ഓവറിലേക്ക് ഒരു കമ്പനി വളരണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരുപാട് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അവിടെ ഞങ്ങൾക്കുള്ള സ്കീമുകൾ ഞാനൊന്ന് പറയാം. നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. സർക്കാർ തന്നെ കുറച്ച് പൈസ ഇടുന്നു, ആ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും കുറച്ച് പൈസ ഇടുന്നു, ഞാൻ 1 കോടി ഇടുന്നു, അവരും 1 കോടി ഇടുന്നു. ആ 2 കോടി രൂപ കേരളത്തിലെ കമ്പനികളിലേക്ക് മാത്രം പോകും. ഈ രീതിയിൽ ഞങ്ങൾ ഏകദേശം 200 കോടി രൂപയോളം മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്.
Okay. അപ്പോൾ ഒരു 400 കോടി രൂപ ഫണ്ടിങ് അങ്ങനെ ഈ കമ്പനികളെ സഹായിക്കാനായിട്ട് വരും. ഇന്നലെ ഇപ്പം ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയസ്പൊറ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഫോം ചെയ്യുക എന്നുള്ളതല്ല, കാരണം സർക്കാരിൽ അത് ഫോം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ഫീഡർ ഫണ്ട് പോലെ രൂപീകരിക്കുക. അതായത് ഒരു 1000 കോടി രൂപ സമാഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഈ 1000 കോടി രൂപ നമുക്ക് നമ്മുടെ തന്നെ ഫണ്ട് ഓഫ് ഫണ്ട് പാർട്ട്നേഴ്സിലേക്ക് കൊണ്ടുവരികയും അതുവഴി സ്കെയിൽ അപ്പ് ക്യാപിറ്റൽ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളൊരു മോഡലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി കഴിഞ്ഞ തവണ നമ്മൾ ദുബായി പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: കേരള നീഡ്സ് ക്യാപിറ്റൽ, വി ഹാവ് ക്യാപിറ്റൽ. ഇഷ്ടംപോലെ പൈസയുണ്ട് നമ്മുടെ ഡയസ്പൊറയുടെ കയ്യിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല ആൾക്കാർക്കും അവരുടെ സെക്കൻഡ് ജനറേഷൻ ആ പൈസ ആവശ്യം പോലുമില്ല. സോ ദേ ആർ ഓൾ ഫ്രാൻറ്റിക്കലി ലുക്കിംഗ് അറ്റ് ഹൗ ഡു യു ഡിപ്ലോയ് മൈ ക്യാപിറ്റൽ ഓൺ എ സോഷ്യൽ കോസ്. അത് പല ആൾക്കാരും കേരളത്തിൽ അത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഈസ് സച്ച് എ ബിഗ് തിങ് റൈറ്റ് നൗ. ആബ്സല്യൂട്ട്ലി. അല്ല, അത് മാത്രമല്ല, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു 500 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ ലെറ്റ്സ് പുട്ട് ഇറ്റ് ഇൻ മില്യൺസ്. I've got $100 billion in my bank and I'm in US. My kids are all doing extremely well and they're not really worried. I mean, it'll be good to have a 10 million or 50 million in my bank from my dad, but they don't really care. So what do I do with that $50 million, right? $50 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണക്കിന് 500 കോടി രൂപയാണ്. ഈ 500 കോടി രൂപ ഡിപ്ലോയ് ചെയ്യാനായിട്ട് നമുക്കൊരു നല്ല വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ I am extremely certain that people in US, people in Europe, people in Dubai or United Arab Emirates will be happily putting that money into the causes for the development of the state. Now what we really need to do is to create financial instruments which will enable them to do that, and that is what we are trying to do. And the feeder fund is one first such initiative wherein we want to bring together 1,000 crores and use that for the development of the startups, not the early stage startups. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയുന്ന 100 സ്റ്റാർട്ടപ്പുകളിലേക്ക് ഈ ഫണ്ടിങ് കൊണ്ടുവരിക, വിച്ച് മീൻസ് ദാറ്റ് അവരുടെ റിസ്ക് വളരെ കുറയും. എന്നാൽ ഇവിടെ നല്ല കമ്പനികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. We have 100 to 150 companies that we have curated, thinking or looking at multiple parameters: the number of employees, the number of clients, the revenue that they have, the merit of their product, technology that they have, patents that they have. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ കമ്പനികളെ ചെറി പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. So we want to put that across to the investor. പക്ഷേ then ഞങ്ങൾ ഇപ്പോഴും ചെയ്യാത്തൊരു കാര്യം, and which we don't intend to do, is ask an investor to invest into this company. Okay, we will only present these 150 companies. It is up to the investor to decide whether they want to invest or not, because ഇതിലൊരു വലിയ അൺസർട്ടനിറ്റി ഉണ്ട്. സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഓൾവേസ് എ റിസ്ക് ക്യാപിറ്റൽ, എ ഹൈ റിസ്ക് അസറ്റ് ആണ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഹാസ് ടു ബി ലേണഡ് അബൌട്ട് ഇറ്റ്, ആൻഡ് വി ബിലീവ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് ഫണ്ട് ഓഫ് ഫണ്ട് പാർട്ട്നേഴ്സ് ഇസ് ഗോയിങ് ടു ബി എ പ്രെറ്റി ബിഗ് ഹെൽപ്പ് ഇൻ ദിസ് റിഗാർഡ്. അവരതിൻ്റെ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ അറിയാം എവിടെ ഇടണം എവിടെ ഇടണ്ട എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവരത് ചെയ്തോളും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. So actually എനിക്ക് ഇനിയും ഒത്തിരി questions ഉണ്ട് ചോദിക്കാൻ, but unfortunately we don't have so much time. So I really appreciate the time you took out to come and talk to us. Thank you. Thank you for being with Walk. Malavika, it was a pleasure. Thank you so much. Thank you.